നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ തൊടുപുഴ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർമാരുടെ അതിക്രൂരമായ നിലപാടുകൾ വേണ്ട സമയത്ത് വേണ്ടപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനു പകരം കമ്പി മരങ്ങളുടെ ശിഖരത്തിൽ തട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു റബ്ബർ തോട്ടത്തിലെ റബ്ബർ മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. മരം മുറിച്ചിട്ടതിന് ഇവരുടെ വകുപ്പും നീതിയും ന്യായവും കാണുമായിരിക്കാം. പക്ഷേ റോഡിലേക്ക് വെട്ടിയിട്ടിരിക്കുന്നത് ഇനി ആരും മാറ്റാൻ വരാനാണ് ഇത്? നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വെങ്ങല്ലൂർ ബൈപ്പാസ് കോലാനി ബൈപ്പാസ് റോഡിൽ നിന്നുമാണ്. ഞാനിതിൽ പോയിപ്പോൾ കണ്ട കാഴ്ചയാണിത്. എന്തായാലും നമ്മുടെ ഈ ഭാഗത്ത് ഇനി പവർ കട്ട്, ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തുനിന്ന് പവർ കട്ട് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. ഇതേ കാണണോ, ഇതിങ്ങനെയാണ് നമ്മുടെ ചോലയെല്ലാം കമ്പിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ചോല വെട്ടി നമ്മുടെ ഇലക്ട്രിസിറ്റി തൊടുപുഴ കേരളത്തിന് തന്നെ മാതൃകയാകുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു കർഷകൻ ആര് പോയാലും അവൻ്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിലാണ് ഇവർ ഈ വെട്ടി നിർത്തിയിരിക്കുന്നത്. മാത്രം പോരാ, ഈ വെട്ടിയിട്ടത് റോഡിലേക്ക് ഇടാനുള്ളതും അല്ല. ഇവരുടെ ആരാ വന്ന് മാറ്റാനുള്ളത്? ഇവർക്കിത് മുനിസിപ്പാലിറ്റി മാറ്റുമോ? ഇവർ തന്നെ ഇത് മാറ്റണം. ഇവിടുന്ന് വകുപ്പുകാർ തന്നെ ഈ റോഡിൽ നിന്ന് ഇത് മാറ്റണം. സമീപത്ത് കാനയാണ്, ആ കാനയിലേക്കൊക്കെയാണ് ഇട്ടേക്കണത്. ഇത് കണ്ടാൽ തന്നെ ഇതാരും ചോദ്യപ്പെടാനില്ലാത്ത ഒരു രീതിയാണ്. തൊടുപുഴയിൽ എന്തുമാവാം, അത് പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഓഫീസിന് എന്തുമാകാം, ആരും ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാര്യങ്ങളുടെ എല്ലാം പോക്ക്. പ്രതിസന്ധികൾ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും ജീവിക്കാൻ പറ്റാത്തപ്പോഴാണ് ഈ കാഴ്ച. ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്ന സ്ഥലത്തെ കാർഷിക വിളകൾ വലുതാണെങ്കിലും മരങ്ങളായാലും അത് വെട്ടി മാറ്റിക്കോട്ടെ, പക്ഷേ അതിനുമുണ്ട് ചില രീതികൾ. ഇത് കമ്പിയിലേക്ക് മുട്ടുന്നതും മുട്ടപ്പെടാൻ സാധ്യതയില്ലാത്തതും എല്ലാം മുറിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു സ്ഥല ഉടമയുടെയും കൃഷിക്കാരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാഴ്ചകൾ. അതും മുറിച്ച് റോഡിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന മരങ്ങൾ ഇതാരിനി മാറ്റപ്പെടാനാണ്? തൊടുപുഴയിലെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഇതുപോലെ ചെയ്തിട്ടിരിക്കുന്നതായിട്ട് ചാനലുകളിൽ വാർത്ത നിറഞ്ഞിരുന്നു. മുറിച്ചിടുന്ന മരങ്ങൾ മാറ്റപ്പെടാനും ഇതിനും ഇനി പ്രത്യേകം നിയമം കണ്ടുപിടിക്കേണ്ട ആവശ്യകതയാണ് വന്നിരിക്കുന്നത്. അന്തർ സംസ്ഥാന തൊഴിലാളികളായിരിക്കും ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയത് എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്.